ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ 2024 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകുന്നതും നമ്മുടെ കൂടുതൽ സ്റ്റുഡൻസ് എടുത്തിട്ടുള്ളതുമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ആദ്യം ഞാൻ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ ടൈം ടേബിൾ, നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ടൈം ടേബിൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത്, അതായത് നമ്മൾ കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ എടുത്തേക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അതുമാത്രമാണ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് 22/4 ഏപ്രിൽ 22 തിങ്കളാഴ്ച ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് 24 ഏപ്രിൽ 24 ബുധനാഴ്ച നമ്മുടെ ഹിസ്റ്ററി എക്സാം. 29/4 തിങ്കളാഴ്ച മൺഡേ പൊളിറ്റിക്കൽ സയൻസാണ്, പൊളിറ്റിക്സിൻ്റെ എക്സാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 മെയ് 2 വ്യാഴാഴ്ച മലയാളം. 4 മെയ് 4 ശനിയാഴ്ച സോഷ്യോളജി. അത് കഴിഞ്ഞിട്ട് ബിസിനസ് സ്റ്റഡീസ് ഉള്ളവർക്ക് എന്നാണ് 17/5 മെയ് 17 വെള്ളിയാഴ്ചയാണ്. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടല്ലേ പഠിക്കാനായിട്ട്. ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എല്ലാ സബ്ജക്ട്സും എന്നൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് സെക്കൻഡറിയുടെയും സീനിയർ സെക്കൻഡറിയുടെയും, അതായത് 10ാം ക്ലാസ്സിൻ്റെയും തന്നിട്ടുണ്ട്, +2ൻ്റെയും തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ അല്ല +2ൻ്റെയാണ് നോക്കുന്നത്. അതിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ എക്സാമും എന്നൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഏപ്രിൽ 6 ശനിയാഴ്ച ഏത് എക്സാമാണെന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ഏപ്രിൽ 12 ഏപ്രിൽ 12 ഏതൊക്കെ സാൻസ്ക്രിറ്റ്, അങ്ങനെ ഏതൊക്കെ ആവശ്യമുള്ള എക്സാം, ഉറുദു, അതൊക്കെയാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഹിന്ദി വരുന്നത് ഏപ്രിൽ 15, അതൊരു തിങ്കളാഴ്ച, ഏപ്രിൽ 15 തിങ്കളാഴ്ച ഹിന്ദി. അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് എന്നുള്ളത് എന്നാണ് വരുന്നത് ഏപ്രിൽ 20 സാറ്റർഡേ. പിന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ്, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇംഗ്ലീഷ് എന്നാണ് വരുന്നത് ഏപ്രിൽ 22. പിന്നെ നമുക്കുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് തൊട്ട് അടുത്ത് 22 കഴിഞ്ഞിട്ട് 24 വെനസ്ഡേ ആണ് ഏത് വരുന്നത്, നമ്മുടെ ഹിസ്റ്ററി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ സയൻസ് 29 ഏപ്രിൽ 29. പിന്നെ ഹോം സയൻസ് വരുന്നത് ഏപ്രിൽ 30. അത് കഴിഞ്ഞിട്ട് മെയ് 2 തമിഴ്, അങ്ങനെ മലയാളം. നമ്മുടെ മലയാളം എന്നാണ് മെയ് 2. അത് കഴിഞ്ഞാൽ മെയ് 3 ഇൻട്രൊഡക്ഷൻ ടു ലോ, ബയോളജി, അക്കൗണ്ടൻസി, അങ്ങനെയുള്ള മിലിറ്ററി ഹിസ്റ്ററിയൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് 4 ഏതാണ്, സോഷ്യോളജി, നമ്മുടെ സോഷ്യോളജി. അന്നേ ദിവസം വേറെ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയൊക്കെയുള്ള എഡ്യൂക്കേഷൻ ആൻഡ് യോഗ, അതൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ എക്സാം വരുന്ന, പിന്നെ അത് കഴിഞ്ഞിട്ട് 9 വേറെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജോഗ്രഫി വരുന്നത് എന്നാണ് മെയ് 14. പിന്നെ ഡേറ്റ എൻട്രി അല്ലേ, 336 കോഡ് വരുന്ന ഡേറ്റ എൻട്രി വരുന്നത് മെയ് 15. സൈക്കോളജി 328 സബ്ജക്റ്റ് കോഡ് വരുന്നത് മെയ് 16. ഇങ്ങനെയാണ് ടൈം ടേബിളിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.